ശങ്കരൻ ചേട്ടനൊരു ബിഗ് സല്യൂട്ട് കേട്ടോ. ആത്മവിശ്വാസം വളരെ വലുതാണ്. ഒപ്പം ശ്രീജിത്തിന് കൂടി. കാരണം ആ കഥ പറഞ്ഞത് ശങ്കരൻ ചേട്ടനെ കൊണ്ട് തന്നെയാണ് പറയിപ്പിച്ചത്. ശ്രീജിത്ത് അതിൽ ഇടപെട്ടിട്ടേയില്ല. റിപ്പോർട്ടറായി നിന്നുകൊണ്ട് അത്രയും മനോഹരമായി പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുകയും ചെയ്തു. വീണ്ടും കോട്ടയത്ത് നിന്നാണ് വാർത്ത. ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു 75കാരൻ കോട്ടയത്ത് CPIക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. പനച്ചിക്കാട് പഞ്ചായത്തിലെ 22ാം വാർഡിൽ നിന്ന് PK കൃഷ്ണൻ എന്ന CPI നേതാവ് 40 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി ജനവിധി തേടുകയാണ്. CPIയുടെ വർഗ ബഹുജന സംഘടനകളുടെ ദേശീയ ചുമതലകൾ ഉൾപ്പെടെ വഹിക്കുന്ന ഇദ്ദേഹം മുൻപ് ലഭിച്ച പല അവസരങ്ങളും വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ശ്രീജിത്ത് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നേരത്തെ പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലും കൗൺസിലും ഒക്കെ ഉണ്ടായിരുന്നു. പ്രായപരിധി തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപരി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവായി. എന്നാൽ ബഹുജന പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതൃസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. AITUCയുടെ ദേശീയ ജനറൽ കൗൺസിൽ അംഗമാണ്. ഭാരതീയ ഖേത് മസ്ദൂർ യൂണിയൻ കർഷക തൊഴിലാളി സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. കേരള കമ്മിറ്റിയിലുണ്ട്. അതിൽ വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹികളാണ്. ചെത്ത മദ്യവ്യവസായ തൊഴിലാളികൾ, കർഷക തൊഴിലാളി യൂണിയൻ, മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ, ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എംപ്ലോയീസ് യൂണിയൻ തുടങ്ങിയ യൂണിയനുകളുടെ ഭാരവാഹിയായി തുടരുന്നു. ട്രാവൻകൂർ സിമൻസ് വർക്കേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഒട്ടേറെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹിയായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നുള്ളൂ. വാർഡിൻ്റെ ഒരു പ്രത്യേകതയ്ക്കനുസരിച്ച് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. അത് അംഗീകരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നതുകൊണ്ട് അത് ഞാൻ അംഗീകരിച്ചു. അതനുസരിച്ച് സ്ഥാനാർത്ഥിയായി. ഞങ്ങൾ കഴിഞ്ഞ 10-40 വർഷമായി യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഒന്നിച്ച് പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന സാഹചര്യങ്ങളിലെല്ലാം ഈ പൊതുസമൂഹത്തോട് ചേർന്ന് ജീവിക്കുകയും ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഒരു വിഷയത്തിൽ കൂടുതലായി കാര്യങ്ങളിൽ ഇടപെടുകയും പൊതുവികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായി ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ആ സ്വാധീനങ്ങൾ പിന്നീട് സ്റ്റേറ്റ് നിലയിൽ CPIയുടെ സ്റ്റേറ്റ് നിലവിലുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ ആ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ ഇവിടെ ഒരുപാടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഞാൻ കേൾക്കുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിനുടമകളായ ചില വ്യക്തിത്വങ്ങളുണ്ട്. അത്തരത്തിൽ ഏറ്റവും മുൻപിൽ നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സഖാവ് PK കൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഒരുപാട് വർഷക്കാലം. കാരണം നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്തൊട്ടാകെ വടക്കേ ഇന്ത്യയിലടക്കം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സാധാരണ ജനങ്ങളെയും പാവങ്ങളെയും ദരിദ്രരായിട്ടുള്ള ആളുകളിലെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടി യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോട്ട് പോലും കടക്കാതിരുന്നത്.